പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷന് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രാദേശിക ലീഗ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് പതാകയുമായി മുഹമ്മദ് റോഷൻ നിൽക്കുന്ന ചിത്രങ്ങൾ 15 വർഷം മുമ്പുള്ളതാണ്. മുഹമ്മദ് റോഷന്റെ കുടുംബം CPM-വുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ പൊന്നിയംകുരിശി സ്വദേശി മുഹമ്മദ് റോഷനെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഹമ്മദ് റോഷൻ മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പരക്കുന്നത് അസത്യമാണെന്നും മുഹമ്മദ് റോഷന് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ലെന്നും ലീഗ് യൂണിറ്റ് ഭാരവാഹികളായ ഇടുവമ്മൽ അക്ബർ, നഗരസഭാ കൗൺസിലർ KM റാസിഖ്, MK ഫൈസൽ, കിഴക്കേതിൽ നാസർ, ഉമ്മർ ചേരിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുമ്പെങ്ങോ മുസ്ലിം ലീഗിൻ്റെ ഒരു MSF-ന്റെ ജാഥ പോയപ്പോൾ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ജാഥയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ച് ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ പോസ്റ്റിട്ട വ്യക്തി മുസ്ലിം ലീഗുകാരനാണ്, MSF-കാരനാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാദേശികമായിട്ട് ആ നാട്ടിലുള്ള പ്രവർത്തകരാണ്. അപ്പോൾ ഇന്ന് വരെ ഈ റോഷൻ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് KT കണ്ണന്തൊടി അസൈനാർ എന്ന വ്യക്തി CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. ഈ റോഷൻ ഒരു കാലത്തും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള പ്രചരണം CPM-ന്റെ സൈബർ സഖാക്കൾ സംസ്ഥാനത്തുടനീളം നടത്തപ്പെടുന്നുണ്ട്. അപ്പം അതിനെ പ്രദേശവാസികൾ എന്ന നിലക്ക് പൊന്നാർച്ചി മുസ്ലിം ലീഗ് യൂണിറ്റ് കമ്മിറ്റി ഈ റോഷൻ മുസ്ലിം ലീഗുകാരനല്ല എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കണം. ഒരു കാരണവശാലും ഒരു സമയത്ത് പോലും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് ഈ മുഹമ്മദ് റോഷൻ. 15 വർഷം മുൻപ് പദയാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് മുഹമ്മദ് റോഷൻ സഹായിച്ചിരുന്നു. റോഷന്റെ കുടുംബം CPM-വുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ആ കുടുംബത്തിനെതിരെ ഉള്ള ആ നിരന്തരമുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണത്. അപ്പോൾ ഒരു വിങ്ങാണ്, ഒരു വ്യക്തി എന്നല്ലേ നമ്മൾ കണക്കാക്കണില്ല. ഇത് ചിലപ്പോൾ ഇതിൻ്റെ പുറകിൽ വേറെ ആളുകളുണ്ടാവും. അപ്പോൾ അത്രയും ആളുകളെ ഇത് കണ്ടെത്താനുള്ളൊരു സമയം എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഇത് പോലീസിൻ്റെ അന്വേഷണം 100% നമുക്ക് അറിഞ്ഞിടത്തോളം തൃപ്തികരമാണ്. വളരെ നല്ല രീതിയിൽ അന്വേഷിക്കണം. ഇല്ല, ലീഗിൽ ഇവൻ പ്രവർത്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ അവിടുത്തെ ലീഗുകാരാണ്. അതാണ് പറയണത്. പഠിക്കണ കാലത്ത് അതായത് പ്ലസ് ടു പഠിക്കണ കാലത്ത് MSF-ന്റെ പ്രവർത്തകനായിരുന്നു. മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. കാരണം കാലത്ത് MSF-ന്റെ പ്രവർത്തകനാണ്. ഇത് നിഷേധിക്കണില്ല. പറയുന്നുണ്ട് പറയുന്നുണ്ട് കാലത്ത് MSF-ന്റെ പ്രവർത്തകനായിരുന്നു ഇവന്. ഒരു 2010 മുമ്പാണത്. ഈ 2010 ശേഷം ഇവന് പാർട്ടിയായിട്ട് ഒരു ബന്ധമല്ല. ഇപ്പൊ CPM-ന്റെ അനുഭാവിയാണ്. ഈ CPM-ന് വേണ്ടിയിട്ട് ഇപ്പൊ പണിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ വരെ ഇപ്പോ 10ാം വാർഡില് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ബിനീഷ് കൊടിയേരി ഉണ്ടാക്കിയ വീഡിയോ ആണിത്. ഈ വീഡിയോ ഉണ്ടാക്കി കൊടുത്തത് റോഷനാണ്. ഏത് ബിനീഷ് കൊടിയേരിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഇവന്. അങ്ങനെ ഇവരായിട്ട് കണക്ട് ചെയ്യുന്ന ഇവന് ഒരുപാട് CPM-ന്റെ വലിയ ഉന്നതരായ നേതാക്കന്മാരായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പാണക്കാട് തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢനീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച രീതി വെച്ച് നോക്കുമ്പോ ഇവൻ ഒറ്റക്കാവുന്നല്ല, ഒരാളല്ല. ഇത് ഫസ്റ്റ് വന്നത് ഇവിടെ അമ്മിനിക്കാട് ആരിഫ് മൊയ്തീൻ എന്നുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ്. ആരിഫ് മൊയ്തീൻ എന്നുള്ളൊരു പ്രൊഫൈലിലാണ് ഇത് ഫസ്റ്റ് വന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഷെയർ ചെയ്തിട്ട് സഖാക്കന്മാരാണ് ഇത് ഷെയർ ചെയ്യണത്. അതാ കേസ് വന്നു. അതായത് ഇത് വന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പരാതി ചെന്നു. ആ സമയത്ത് ഇതൊക്കെ പോയി. എല്ലാ ഫേസ്ബുക്കിൽ വിഡ്രോ ചെയ്തിക്കണോ, എല്ലാവരും വലിച്ചിക്കണു. പക്ഷെ ആ പേജും പോയത് കാരണം ഇപ്പൊ പോസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അന്വേഷണം വ്യക്തമായിട്ട് നടന്നാല് ഷെയർ ചെയ്ത ആളുകളെ കിട്ടും. എത്ര ഡിലീറ്റ് ചെയ്താലും അങ്ങനെയാണല്ലോ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.